ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. നമ്മുടെ കേരളത്തിലെ രണ്ടു തരം ജീവിതമുള്ളത്. കുറെ ഉദ്യോഗസ്ഥ ജീവിതങ്ങളും ഒരു സാധാരണ ജീവിതങ്ങളും. പലപ്പോഴും ഈ ഉദ്യോഗസ്ഥരാക്കപ്പെട്ട ആളുകൾക്ക് PSC മറ്റൊക്കെ നേടിയിട്ട് ഉദ്യോഗസ്ഥ ആ ഒരു കസേരയിലിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ സാധാരണക്കാരുടെ ജീവിതങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാവുന്നില്ല. അവരവരുടെ പഠിച്ചു വെച്ച കുറേ നിയമങ്ങൾ അതേപോലെ തന്നെ കർശനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. പലതും ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാലും യാതൊരു വിധത്തിലും ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത കാര്യങ്ങളായിരിക്കും. നമുക്ക് രാവിലെ ഒരു 8 മണി മുതൽ 10 മണി വരെയൊക്കെ, രാവിലെ 6 മണി മുതലൊക്കെ 8 മണി 10 മണി വരെയൊക്കെ റോഡിൽ കൂടി ചീറിപ്പാഞ്ഞു പോകുന്ന ഈ മരണ വണ്ടികളുണ്ടായിരിക്കും, ലോറികളൊക്കെ. ഇതൊന്നും ഇവർക്ക് കണ്ണിലേ കാണില്ല. പലതും ഈ നമ്മുടെ ആളുകൾക്കൊന്നും കണ്ണിലേ കാണില്ല. ഇപ്പോൾ വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന മലപ്പുറത്ത് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, എന്താ പറയുക, ഒരു ഫാമിലി ഉണ്ട്, അത് ആത്മഹത്യ ചെയ്തു. സ്മൃതി പരുത്തിക്കാടാണ് ഈ വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നല്ല കാര്യം. കാരണം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇല്ലാത്ത വാർത്തകളായിരുന്നു ഈ അഴിമതി. അതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്ന പരിപാടിയൊന്നും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാർത്ത വായിക്കുന്ന ആളുകൾക്ക് ഭയങ്കര അധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഭരണം വന്നതോടുകൂടിയിട്ട് അഴിമതി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. വാർത്ത ഒന്ന് കേൾക്കണം നിങ്ങൾ. വഴിയല്ലാതെ നേരിട്ട് സമീപിച്ചപ്പോൾ MVD ഉദ്യോഗസ്ഥർ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മുബഷീർ PF വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ടാണോ? എന്താണ് ഈ കത്തിൽ പറയുന്നത്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് ഈ മുണ്ടംപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ വീട്ടിൽ താമസിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഷൌക്കത്താണ് ജീവനൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓട്ടോ നമുക്ക് ദൃശ്യങ്ങളിൽ ആ ഓട്ടോയുടെ എന്താണ് ഇനി ഫിറ്റ്നസ് കൊടുക്കാതിരിക്കാൻ കാരണമായത് കാണണോ? ഇതാ കണ്ടോളൂ. എന്ത് മോഡിഫിക്കേഷൻ നടത്തിയെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ 2 കമ്പി എക്സ്ട്രാ വെച്ചെന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. മരിച്ച ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ആളാണ്. മാത്രമല്ല അവർ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി പൂർത്തിയാകാത്തൊരു ഘട്ടത്തിലാണ് വീട് പണിയുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അവൻ ഉപയോഗിച്ച, ഏകദേശം 5 വർഷത്തിലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഓട്ടോയാണ്. സ്വന്തമായിട്ടുള്ള ഓട്ടോ തന്നെയാണ്. അങ്ങനെ നിത്യജീവനം കഴിയുന്ന എൻ്റെ ഇടയിലാണ്. എങ്ങനെയുണ്ട്? ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് യാഥാർത്ഥ്യമായിട്ടും ആ മരണപ്പെട്ടു പോയവൻ്റെ ഫേസ്ബുക്കിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഒരു വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. ആ ഒരു മനുഷ്യ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് കയറി നോക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇങ്ങനെ ഉണ്ട്. അതൊരു ഭീകരമായിട്ടുള്ള പോസ്റ്റാണ്. സംഗതി ഇങ്ങനെയാണ്: എൻ്റെ മരണത്തിൻ്റെ ഏക ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര പോസ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ, ഞാനിതിവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മരണത്തിൻ്റെ ഏക ഉത്തരവാദി കേരളത്തിലെ വാഹന മോട്ടോർ വകുപ്പ് മാത്രമാണ്. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് എൻ്റെ ജീവിതമാർഗം തന്നെ തകർത്തു. കഴിഞ്ഞ 10 മാസമാണ് ഞാൻ ഏജൻറ്റ് MVD ഓഫീസിൽ കയറി ഇറങ്ങിയത്. ഇനി എൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. എൻ്റെ EMI മുഴുവൻ മുടങ്ങിക്കഴിഞ്ഞു. ക്രെഡിറ്റ് സ്കോർ 820 നിന്ന് 600 താഴ്ന്നു. അതേക്കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ലിങ്കുകൾ താഴെ കൊടുക്കുന്നു. അടുത്തുവരെ നിങ്ങളാവരുത് എന്നാണെങ്കിൽ മരണത്തിന് ശേഷമെങ്കിലും എനിക്ക് നീതി വാങ്ങി തരിക എന്നതാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എനിക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടിയോ ഒന്നുമില്ല. അതിനാൽ മരണത്തിന് ശേഷം ഇന്ത്യൻ നിയമം അനുസരിച്ച് എൻ്റെ കേസ് നടത്താൻ സ്റ്റേറ്റ് മാത്രമാണുള്ളത്. അതേ സ്റ്റേറ്റ് കാരണം മരണം വരിക്കേണ്ടി വന്ന എനിക്ക് ഈ സംവിധാനത്തിൽ നിന്നും നീതി കിട്ടാൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തുക എന്നത് മാത്രമാണ് പോംവഴി. ഒരുപക്ഷേ സർക്കാരിലെ ഉന്നതരെയോ കോടതിയോ സമീപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യമുള്ള രേഖകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരിക്കലും സിസ്റ്റത്തെ തിരുത്താൻ കാരണമായി മാറില്ല. ഏതെങ്കിലും രേഖയ്ക്ക് വേണ്ടി എല്ലാവരും കോടതി ഇറങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള പരിഹാരമല്ലല്ലോ. അതിനാൽ തന്നെ സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് എൻ്റെ ആത്മാഹുതി. മികച്ച ഭരണഘടനയും ജനാധിപത്യവും നല്ല നല്ല ബോധമുള്ള മനുഷ്യനാട്ടോ. പ്രവർത്തനക്ഷമമായ സിസ്റ്റവും ഉള്ള നമ്മുടെ രാജ്യത്ത് കടുത്ത അഴിമതി നടക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജനം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് തന്നെയാണ്. അതിനാൽ ഞാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് അഴിമതിക്കെതിരെ പോരാടാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.
എൻ്റെ വിഷയത്തിൽ എപ്പോഴത്തെയും പോലെ ഒരു അന്വേഷണ പ്രഹസനമാണ് നടക്കുന്നത് എങ്കിൽ ഒരു അഴിമതിക്കാരായ MVD ഉദ്യോഗസ്ഥർ തീർച്ചയായും രക്ഷപ്പെടും. കാരണം അവർ ഉന്നയിക്കുന്ന വാദം എൻ്റെ വണ്ടി അൺഫിറ്റ് ആണെന്നായിരിക്കും. ഞാൻ ചെയ്ത സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധം അല്ലെന്ന് കഴിഞ്ഞ 2 തവണയും സർട്ടിഫൈ ചെയ്തതും പ്രസ്തുത MVD തന്നെയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇനി അങ്ങനെ അല്ലെന്നും എൻ്റെ വണ്ടി അടക്കം മറ്റു വണ്ടികൾക്ക് ഫിറ്റ്നസ് അനുവദിക്കുന്ന സമയത്ത് സ്റ്റീൽ വർക്ക് ഇല്ല എന്നുള്ള വാദങ്ങളും MVD ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം പൊളിക്കാൻ നല്ല രീതിയിൽ അന്വേഷണം നടന്നാൽ മാത്രമേ സാധിക്കൂ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്ന് അവസാനത്തെ ആഗ്രഹമെന്ന നിലയ്ക്ക് പറയുന്നു. ഏജന്റ് സംവിധാനമാണ് MVD അഴിമതിയുടെ പ്രധാന കാരണം. ഇത് അവസാനിച്ചാൽ 80% അഴിമതിയും വകുപ്പിൽ അവസാനിക്കും. അതിന് എൻ്റെ ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ പ്രധാനമായും സഹായിക്കാൻ കഴിയുക വിവരാവകാശ നിയമത്തിനായിരിക്കും. കൃത്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ സ്വന്തം കാര്യവും നടക്കും, അഴിമതി ഇല്ലാതാവും. അതിനായി ഒരു പുസ്തകം കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പ്രശാന്ത് IAS എഴുതിയ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്. വല്ലാത്ത മനുഷ്യൻ. അത് വായിച്ചാൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നെന്നും വിവരാവകാശ നിയമത്തിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നും പഠിക്കാം. അഴിമതി തുലയട്ടെ. Democracy is not merely a form of government. It is primarily a mode of associated living, of conjoined, communicated experience. B.R. Ambedkar. J. Bhim. ഷൗക്കത്ത് അലി M. ജനനം 22/8/1993. എൻ്റെ പ്രായം പോലുമില്ല. മരണം 27/8/1993. എൻ്റെ സൂയിസൈഡ് നോട്ട് മുക്കരുത്, മുക്കിയാലും അത് പല രീതിയിൽ പുറത്തു വരും. ഞാൻ ഇതിൻ്റെ താഴത്തേക്ക് പോയി. ഈ പോസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇവിടെ കാണാനുണ്ട്. ഇനി ഷൗക്കത്തിന് തന്നെ പോസ്റ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു സംഗതി ഇവിടെ കാണാനുണ്ട് കേട്ടോ. അതെനിക്ക് അത്ഭുതം ഉണ്ടാക്കി. ഒരു വീഡിയോ ആണേ. പെയിന്റ് അടിക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ തള്ളി നിൽക്കുന്ന അതാ ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അത് ഈ ഭാഗവും ഈ താഴത്ത് അത് പറഞ്ഞില്ല. അത് ഞാൻ അയച്ചിട്ടാം. അതും ഇത് കട്ട് ചെയ്യാൻ കഴിയണം. ഇത് കട്ട് ചെയ്താൽ പിന്നെ അത് കട്ട് ചെയ്യണം. ഈ മൊത്തം കട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒരു കാര്യം ചെയ്ത് മൊത്തം കട്ട് ചെയ്ത് മൊത്തം കാര്യം ചെയ്യാം. അത് തീരാണ്ട് അതിന് കുറെ പൈസയാണ്. അതുകൊണ്ടാണ് എന്തിനാ ഇത്രയും പൈസ മുടക്കിയൊക്കെ പിടിച്ചിട്ട് വണ്ടി എടുക്കാൻ സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, അത് സേഫ്റ്റിക്ക് വേണ്ടി അതൊരു കമ്പനി, അതായത് തീരെ കട്ടില്ലാത്തൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇതേ മനുഷ്യന് ഈ വീഡിയോ ഇട്ട് കാണിച്ചിരുന്ന ഈ ഫോട്ടോസുകളെല്ലാം അതിന് മുന്നത്തെ വർഷവും ഇതേ കമ്പികൾ ഇതേപോലെ തന്നെ പിടിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന് ഫിറ്റ്നസ് കിട്ടിയിരുന്നു എന്നാണ്. മനസ്സിലല്ലേ? ഇതേ സംഗതി ഇതേ വണ്ടി തന്നെയാണ്. മുന്നേയും ഇതേപോലെ തന്നെ ഫിറ്റ്നസ്സിന് വേണ്ടി പോയിട്ട് മുന്നത്തെ വർഷവും ഫിറ്റ്നസ് കിട്ടിയിരുന്നു. അങ്ങനെ കിട്ടിയ വാഹനം ഈ ഒരു വർഷം ഇദ്ദേഹം നേരിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഏജൻസി വഴിയാണെങ്കിൽ കുറേ പൈസ പോകുമല്ലോ. അപ്പം ഇദ്ദേഹം നേരിട്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അഴിമതി നടത്താൻ പൈസ കിട്ടുന്നില്ല എന്നാണ് ഈ പാവം മനുഷ്യൻ ആരോപിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെ പുറകിൽ എന്താണ് കഥ എന്ന് ഒരു പിടുത്തമില്ല. അത്ഭുതപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഷൗക്കത്ത് മുണ്ടേംപറമ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ID കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി വായിച്ചിട്ട് ഒരു എന്താ പറയുക സാമാന്യ ധാരണ ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രം. പാവം ചെറുപ്പക്കാരെപ്പോഴും ഇല്ല. മരം നടാം, മലകൾ നടാനാകില്ല. അയാളൊരു
നല്ലൊരു പ്രകൃതി സ്നേഹിക്കാണ് കേട്ടോ, അല്ലേ? മരം നടാം, മലകൾ നടാനാവില്ല. വാവ്, പാവം. ബൈ.